നമ്മുടെ സീക്വൻസ് എന്താണെന്നും അത് ഒപ്പത്തിനൊപ്പം നമുക്കും പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമായിരിക്കും മൈൻഡിൽ. രസമായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. ആ സ്പേസ് കിട്ടുമ്പോൾ ആസ് എൻ ആക്ടർ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചെയ്തു പോകും. അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇതൊരു മൂവിക്ക് വേണ്ടി ആണ് എന്ന് പറയുമ്പോഴും ശരിക്കും ഒരു ഐഡിയ ഉണ്ടായില്ല, ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടായില്ല. ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് വരുന്നത് ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ, അതിലൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ഒത്തിരി വർക്ക്സ് വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു, അങ്ങനെയല്ല. എന്നെയും കൂടെ ക്യാച്ച് ചെയ്യാനും എനിക്കത് പറയണം എന്നുള്ളൊരു ഫീലിംഗ് വേണം. അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. ആചാരം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആചാരമൊക്കെ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? എനിക്ക് പറ്റില്ല. അത് എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ അതിൽ ട്രൈ ചെയ്യുവാണ്. എന്നെ അണ്ടർസ്റ്റാൻഡ് എന്നെ സപ്പോർട്ട് എന്ന് കുറച്ച് കൈൻഡായിട്ട് പറയാനേ പറ്റത്തുള്ളൂ. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ കളങ്കാവൽ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. കളങ്കാവൽ കണ്ട ആർക്കും അഭിജ എന്ന കഥാപാത്രത്തെ മറക്കാൻ പറ്റില്ല. അഭിജയ്ക്ക് ജീവൻ നൽകിയ ധന്യ അനന്യയാണ് ഇന്ന് സമയം മലയാളത്തിൽ നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. കൺമണി എന്ന പേരിലാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കുമ്പോൾ. എന്താണ് ശരിക്കും കൺമണി? കൺമണി ഇപ്പൊ ധന്യ അനന്യാണ് പേര്, ബട്ട് ഒരു ID നെയിം കൊടുക്കണം. ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു ID നെയിം കൊടുക്കണം. അപ്പം ധന്യ എന്ന് കൊടുക്കുമ്പോഴും അത് കുറേ ഉണ്ട്, അപ്പം അതിൻ്റെ കൂടെ കുറേ എക്സ്ട്രാ നമ്പേഴ്സ് ആഡ് ആവും. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് കൺമണി എന്ന് വിളിക്കാറുണ്ട്. പിന്നെ കൺമണി അൻപോട് കാതലൻ ആ സോങ് എനിക്ക് ഇഷ്ടമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, കൺമണി എന്നുള്ള പെട്ടെന്ന്. കാരണം നമ്മൾ എന്തായാലും ഒരു പേര് കൊടുക്കണം, അപ്പോൾ ഈ കൺമണി എന്നെ തിരഞ്ഞെടുക്കാൻ വേറെ എന്തെങ്കിലും. അപ്പോൾ ആ ടൈമിൽ മൈൻഡിൽ കുറച്ച് ഇഷ്ടപ്പെട്ടൊരു നെയിം കൺമണിയാണ് വന്നേ. അപ്പം കൺമണി. സിനിമയിൽ അഭിനയിച്ച കഥാപാത്രങ്ങളുണ്ട്, എല്ലാവരുടെയും കൺമണിയും കൂടിയാണ്. കളങ്കാവലിൽ വന്ന സമയത്ത് കളങ്കാവൽ അഭിജ ഭയങ്കര ഗ്രേസ് ആയ ഒരു ക്യാരക്ടറാണ്. എങ്ങനെയാണ് അത്രയും ഗ്രേസ്നെസ് ഉണ്ടാക്കി? അത് ഈ ക്യാരക്ടർ കിട്ടിയതിന് ശേഷം ധന്യ എടുത്തൊരു തീരുമാനമാണോ, അല്ലെങ്കിൽ നമ്മുടെ സംവിധായകർ? അത് ഞാൻ പറയാൻ കാരണം, നമ്മളൊരു നിഷ്കളങ്കയായ നാട്ടിൻപുറത്തെ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിക്ക് അത്രയും വിശ്വാസമുള്ള ഒരാൾ, അല്ലെങ്കിൽ പ്രണയിക്കുന്ന ഒരാളോട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ മാനസങ്ങളുണ്ട്, നമ്മൾ നോക്കുന്ന സമയത്തുള്ള കുറേ മാനസങ്ങൾ, അത് നമ്മൾ ചേർന്നിരിക്കുക, ആദ്യം ഒരു പ്രണയം തോന്നുന്ന ഒരാളോട്. കാരണം അതൊക്കെ ഭയങ്കര നമ്മളെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയെ ഞാൻ സിനിമ കണ്ട സമയത്ത് മമ്മൂട്ടിയെ കുറച്ചും കൂടെ ക്രൂരനാണ് മമ്മൂട്ടി, ഇത്രയും നിഷ്കളങ്കായ ഒരു കുട്ടിയാണല്ലോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അത് അഭിജ തന്നെ ആ ഒരു മാനറൈസ് ഒക്കെ കൊണ്ടുവന്നാണോ, അല്ല സംവിധായകൻ തീരുമാനിച്ചാണോ? അല്ല, അഭിജയും സ്റ്റാൻലിയുടെയും ഒരു സീക്വൻസ് അത് ഓൾറെഡി സ്ക്രിപ്റ്റ് വൈസ് റിട്ടൺ ആണ് അവിടെ. ഇതിങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയാണ് ഹാപ്പൻ ആവുന്നത്. ബട്ട് അഭിജയ്ക്കൊരു ഫാമിലി ഉണ്ട്, ഒരു പാസ്റ്റ് സ്റ്റോറി ഉണ്ട്. അതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ട് അഭിജ ട്രസ്റ്റ് ചെയ്യാണ് ഇയാളെ. അപ്പൊ ആ ട്രസ്റ്റ് ഭയങ്കര ഡീപ്പായിരിക്കും. അതിപ്പം എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു പോർഷനാണ്. എനിക്ക് ഫീൽ ചെയ്യുന്ന എല്ലാം അവിടെയാണ് ഞാൻ കാണിക്കാനുള്ള സ്പേസ്. അപ്പോൾ ആ കാണിക്കാനുള്ളത് ജിഷ്ണു ചേട്ടനും ജിതിൻ ചേട്ടനും അവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആസ് എൻ ആക്ടർ അത് പെർഫോം ചെയ്യുക, പിന്നെ മമ്മൂക്കയുടെ കൂടെ അത് ആക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കിനും അതിനത്ര ഗ്രേസ് വരും സ്ക്രീനിൽ അപ്പിയർ ആകുമ്പോഴത്തേക്കും. മമ്മൂട്ടിയുടെ നായികയാണ്. ഈ മമ്മൂട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പം ഇത് മാത്രമല്ല, അതിന് മുന്നേ ഭീഷ്മപർവം ചെയ്തിട്ടുണ്ടായിരുന്നു, സ്ക്രീൻ ഷെയർ ചെയ്തതാണ്. അപ്പം മമ്മൂട്ടി എങ്ങനെയാണ് നമ്മളൊരു കംഫർട്ട് ആക്കുക? കാരണം എന്തായാലും അത്രയും വലിയൊരു നായകൻ്റെ കൂടെ നമ്മൾ ആദ്യമായിട്ട് വഴിക്കുമ്പോൾ ഒരു പേടി, ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് മമ്മൂട്ടി നമ്മളെ കംഫർട്ട് ആക്കുക? മമ്മൂക്കയായിട്ട് ഭീഷ്മപർവത്തിൽ ആക്ട് ചെയ്യുമ്പോഴും ഇതിൽ ആക്ട് ചെയ്തപ്പോഴും എനിക്കങ്ങനെ നമ്മൾ അവിടുത്തെ ആളല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇല്ല നമുക്ക്. മമ്മൂക്കയെ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഭീഷ്മപർവത്തിൽ മമ്മൂക്ക വരുമ്പോഴും സെറ്റിൽ വരുമ്പോഴും ഇവിടെ കളങ്കാവലിലെ സെറ്റിൽ വരുമ്പോഴും ഹീസ് ഇൻ ദാറ്റ് ക്യാരക്ടറിൽ വരുന്നു, അവിടെ സ്പോട്ടിൽ വരുന്നു, റെഡിയാണ്, പെർഫോം ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി വേറെ കാര്യങ്ങളൊന്നും ആ ടൈമിൽ മൈൻഡ് ലോഡില്ല. നമ്മുടെ സീക്വൻസ് എന്താണെന്നും അത് ഒപ്പത്തിനൊപ്പം നമുക്കും പെർഫോം ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു കാര്യമായിരിക്കും മൈൻഡിൽ. കാരണം വീണ്ടും 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 അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവരുത്. ആ സ്പേസ് നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ടൈം വർക്ക് ചെയ്തതാണോ, സെക്കൻഡ് ടൈം വർക്ക് ചെയ്തതാണോ, അതോ നമ്മൾ ആദ്യമായിട്ട് വർക്ക് ചെയ്യുകയാണോ, അങ്ങനത്തെ ഒന്നും ഇല്ല അവിടെ.
നമ്മൾ ജസ്റ്റ് പെർഫോം ചെയ്യുക. ഒരു രസമായിട്ടുള്ള ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട് മമ്മൂക്കയായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. ആ സ്പേസ് കിട്ടുമ്പോൾ ആസ് എൻ ആക്ടർ നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് ചെയ്തു പോകും. തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു ഗുണം ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ടോ? തിയേറ്റർ പഠിച്ചുകൊണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തിയേറ്ററിൽ പെർഫോം ചെയ്യുമ്പോഴും നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡയലോഗ് വൈസ് പ്രാക്ടീസ് ചെയ്യണം, പെർഫോമൻസ് വൈസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒരു പ്രാക്ടീസ് എങ്ങനെ വേണേലും പ്രാക്ടീസ് ചെയ്യാം. അപ്പം ഇതിലും ഞാൻ അങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡയലോഗ്സ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് 2 days മുന്നേ അവിടെ പോയി സ്റ്റേ ചെയ്തു. പിന്നെ അപ്പോൾ ലൈക്ക് ഇറ്റ്സ് നോട്ട് അബൌട്ട് എത്രയാണ് എനിക്ക് ചെയ്യാനുള്ളത്, ബട്ട് എന്തേലും എനിക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്ന എന്തേലും കിട്ടുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വഴി ഒരു 2 ചേച്ചിമാരെ ഞാൻ ഫോൺ വഴി കണക്ട് ചെയ്തു. അവരാണ് എനിക്ക് ഡയലോഗ്സിന്റെ റെൻഡറിങ് ഒക്കെ ചെയ്തന്നത്. ആ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരിപ്പോൾ ഇത് കേൾക്കുന്നുണ്ടോ, അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ദാറ്റ് ഇതൊരു മൂവിക്ക് വേണ്ടി ആണ് എന്ന് പറയുമ്പോഴും അവർ ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്കിത് പറഞ്ഞു തന്നതൊക്കെ. അപ്പൊ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. അതാ സ്പേസിൽ കാണാനുണ്ട്. തന്നെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞോ, മൗനം പോലും മീൻസ് അഭിനയിക്കും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അധിക സിനിമകളില്ല, കൊമേഴ്ഷ്യൽ സിനിമകളിൽ അങ്ങനെ പ്രേക്ഷകർ മുന്നിൽ. പക്ഷെ അങ്ങനെ ആൾക്കാർ തിരിച്ചറിയുന്നു അല്ലെങ്കിൽ അങ്ങനെ ഐഡന്റിഫൈ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ. അതിപ്പോ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായി പ്രിപ്പയർ ചെയ്യുന്ന ആളാണോ? പ്രിപ്പയർ ചെയ്യണം. കാരണം എനിക്ക് പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്ക് ആ മൊമെന്റിൽ നമ്മളിപ്പോൾ ഈ പ്രിപ്പറേഷനോടെ ഫുള്ളായിട്ട് ഫില്ലായിട്ട് പോവാന്നല്ല, ബട്ട് അതിന് വേണ്ട ഒരു പ്രിപ്പറേഷൻ എനിക്ക് എടുക്കണം. ഞാൻ ഒട്ടും ബ്ലാങ്ക് ആയിട്ട് പോവാൻ എനിക്ക് ഒക്കത്തില്ല. ഓപ്പറേഷൻ ജാവയിലൊക്കെ ആ ഒരു മൗനം പോലും നമുക്കത് എന്താണ് അവർ കൺവേ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഒരു പോർഷൻ നമുക്ക് റീഡ് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ബൈ ഹാർട്ട് ചെയ്യുമല്ല. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും. എൻ്റെ കൂടെയുള്ള ആളിനെ പറ്റി കിട്ടും, എന്നെ പറ്റി കിട്ടും, അതിന് ചുറ്റുമുള്ള എന്താണെന്ന് എനിക്ക് കിട്ടും. ആ ക്യാരക്ടറിന്റെ ബാക്കപ്പ് ഒക്കെ ചോദിക്കാറുണ്ടോ സംവിധായകനോട്? എന്താണ് ഈ ക്യാരക്ടറിന്റെ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ അതൊക്കെ ചോദിക്കും. അവര് കമ്മ്യൂണിക്കേറ്റും ചെയ്യാറുണ്ട്. ഈ സിനിമയിലെങ്കിലും 18ാം പടിയായിരുന്നല്ലേ കൊമേഴ്ഷ്യൽ ആയിട്ട്? അത് അല്ല, 18ാം പടിയിൽ ഞാനില്ല. ബിജു മേനോന്റെ 41. സോറി 41. ഓക്കെ, അതാണല്ലോ തുടക്കം. എങ്ങനെയായിരുന്നു വരുന്നത്? 41ന്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഒരു 41 എന്നെ വിളിക്കുന്നതിന് 3 years ബാക്ക് ഞാൻ ഒരു ഫോട്ടോഷൂട്ട് ചെയ്തായിരുന്നു. അത് ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ജോയിൻ ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് ചെയ്തതാണ്. അത് എൻ്റെ ഇൻസ്റ്റയിലുണ്ടായിരുന്നു ആ ഫോട്ടോസ്. അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആ ഫോട്ടോസ് എങ്ങനെയോ കണ്ട് എന്നെ വിളിക്കുകയും അപ്പം ഞാൻ പ്രഗീഷേട്ടനെയും ലാലുവേട്ടനെയും കുമാരേട്ടനെയും പോയി മീറ്റ് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോ വഴിയാണ് ഞാൻ ചെല്ലുന്നത്. ബട്ട് നമ്മൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു അത്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല 41 ആൻഡ് അതിന് മുന്നേ എൻ്റെ പെർഫോമൻസ് വൈസ് ഒന്നും കണ്ടിട്ടില്ല. ലാലുവേട്ടൻ എൻ്റെ പെർഫോമൻസ് വൈസ് ഒന്നും കണ്ടിട്ടില്ല. തിയേറ്റർ ഉണ്ടെങ്കിലും അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഞാൻ എങ്ങും പെർഫോം ചെയ്തിട്ടില്ല. തുറമുഖം നാടകമായി ഞാൻ ചെയ്തു. ഗോപം മാഷ് ഡയറക്റ്റ് ചെയ്തായിരുന്നു. അപ്പം തുറമുഖത്തിൽ ഞാൻ നാടകം ചെയ്തു. അതിനുശേഷം 41 ജോയിൻ ചെയ്യുന്നത്. ഇതെങ്ങനെ അഭിനയം ചെറുപ്പം മുതലേ ഉള്ള ഇഷ്ടമാണോ, അല്ലെങ്കിൽ എപ്പോഴാണ് തിയേറ്ററിലേക്ക് അതായത് തിയേറ്റർ പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നുന്നത് എങ്ങനെയാണ്? അഭിനയം ഒന്നും എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. ശരിക്കും ഒരു ഐഡിയ ഉണ്ടായില്ല. ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ ഡാൻസിങ്ങോ ഇപ്പൊ ആലോചിക്കാറുണ്ട്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ പണ്ട് ചെയ്യണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ ഗുണം കിട്ടുമായിരുന്നു എന്നുള്ളത്. ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അങ്ങനെയില്ല കേട്ടോ. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ലേൺ ചെയ്യാം. എന്താ ഇപ്പം 41ന്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് അതിൽ ഒരു ടൈലറാണ് ഞാൻ. ആൻഡ് ഞാൻ ഒരു ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ ഒരു മോർ ദാൻ ഹാഫ് മന്ത്സ് ഞാൻ അവിടെ പോയി ടൈലറിങ് ജസ്റ്റ് ടു ഗെറ്റ് ദ ഫ്ലോ. ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്
ഞാൻ ആ ക്ലാസ് ചെയ്തു. എന്നിട്ട് ചെറിയ ഷിമ്മി ഒക്കെ ആ ചേച്ചി എനിക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു, ആ തയ്ക്കുന്ന ആ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പം ഓരോന്നും വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യും. ബട്ട് എന്നാലും ചെറുതിലെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന് മുന്നേ ചെയ്തത്. ആക്ടിങ്ങിന് മുന്നേ ഞാൻ മാറിവാനേഴ്സിൽ മാസ് കമ്മ്യൂണിക്കേഷനാണ് ചെയ്തത്. ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ സെക്കൻഡ് ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പം തന്നെ നമ്മുടെ ക്ലാസ് പ്രോജക്ട്സിൽ വേറെ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഓൺ സ്ക്രീൻ ഞാൻ ആക്ട് ചെയ്യാം, എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ആക്ട് ചെയ്യാമെന്ന് പറയുക പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, അങ്ങനെ ക്യാമറ വൈസ് ഒരു ഫിയർ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഓക്കെ ആയിട്ട് തോന്നി. ആൻഡ് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കിനും അവിടെ ട്രിവാൻഡ്രത്ത് പ്ലേ പെർഫോമൻസ് കാണാൻ പോവായിരുന്നു. അതും ഭയങ്കര രസമായ ക്യാമറ ആൻഡ് സ്റ്റേജ് രണ്ടും ഒരു ഭയങ്കര ഒരു രസമായിട്ടുള്ള ഒരു മീഡിയമായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ സ്റ്റേജും ഒന്ന് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ റഷീദ് മാഷ് എന്നൊരു മാഷിൻ്റെ പ്ലേയിൽ ഞാൻ വർക്ക് ചെയ്തു അവിടെ. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ സംഗീത നാടക അക്കാഡമിയിൽ ഞാൻ ഒരു ഓഡീഷന് പോയപ്പം കുറച്ച് ഫ്രണ്ട്സ് വഴി പറഞ്ഞു തിയേറ്റർ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ SSUS കാലടിയിൽ ജോയിൻ ചെയ്യാം, അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണല്ലോ. ഞാൻ മാസ് കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്തു, എനിക്ക് ന്യൂസ് റീഡിങ് ജേർണലിസം ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ തിയേറ്ററിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യുന്ന കാര്യം ബട്ട് വീട്ടിൽ പറയുമ്പോഴത്തേക്കിന് കുറച്ച് പാടാണെങ്കിലും അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് SSUS കാലടിയിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് പെർഫോമൻസുമായിട്ട് ഇത്രയും ക്ലോസ് ആവുന്നത്. ആൻഡ് അവിടുന്ന് അതിനൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇപ്പം സ്റ്റേജിലായാലും മൂവീസിലായാലും പെർഫോമൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കാലടിയിൽ ഇത് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അവരൊക്കെ സിനിമാ മോഹമായിട്ടാണ് അഭിനയിക്കാൻ പഠിക്കുക. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി ഒരു ക്വാളിഫൈ ഇതാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ പോകുമ്പോഴേ അവർ സിനിമ മൊത്തം വിടുവാണ്. മീൻസ് അവർക്ക് ആക്ടിങ് എന്ന ഇത് മാത്രമേ ഉള്ളൂ. തിയേറ്റർ വെറുതെ സിനിമ നടനാവുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു തരത്തിലേക്കുള്ള ഒരു നടനാവുക എന്നുള്ള രീതിയിലാണ് അവർ അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പരമാവധി എന്നോട് അവിടെ പോകുന്നതിന് മുമ്പ് എന്നോട് സംസാരിക്കുന്നതും അവിടെ പോയി കുറച്ച് കഴിഞ്ഞ് എന്നോട് സംസാരിക്കുന്ന തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അവിടുന്ന് നല്ല അത്തരത്തിലുള്ള മാറ്റം വരുന്നുണ്ട്. അതായത് നാടകത്തിനെ ഭയങ്കരമായി പരിപോഷിക്കുക എന്നൊരു മാറ്റം നമ്മൾ അവിടെ തിയേറ്റർ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് വരുന്നുണ്ടോ? നാടകത്തിനോട് കുറച്ചുകൂടി ക്ലോസ് ആവും നമ്മൾ ഭയങ്കര നമ്മുടെ ഒരു ഫെയിം ഇല്ലാതെ. ഇപ്പൊ നമ്മള് സിനിമ എന്ന് പറയുന്നത് വലിയൊരു ഫെയിമാണ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ അധികം ഫെയിം വരുന്നില്ല. അപ്പൊ നമ്മൾ ഫെയിം ആഗ്രഹിച്ചതാണല്ലോ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി നമ്മൾ ഡ്രാമ പഠിക്കാൻ പോകണം അല്ലെങ്കിൽ അഭിനയം പഠിക്കാൻ പോകുന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ എല്ലാവരും അല്ല, ചിലര്. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവർ പോലും മാറുവാണ്. അത് എനിക്ക് ഫെയിം അല്ല വേണ്ടത്, എനിക്ക് നല്ലൊരു നടനാവണം, ആ രീതിയിലേക്ക് അവിടെ നിന്ന് മാറുവാണ്. അത് അങ്ങനെ ഒരു മാറ്റം അവിടെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. അത് ഡിപ്പെൻഡ്സ്. ചില ആൾക്കാർക്ക് സംഭവിക്കാം, ചില ആൾക്കാർക്ക് സംഭവിക്കാതിരിക്കാം. ഇപ്പോൾ എനിക്കറിയില്ല, അത് ആൾക്കാരുടെ ചോയ്സാണ്. അവർക്ക് എങ്ങനെ ലൈഫിൽ മുന്നോട്ട് ട്രാവൽ ചെയ്യണമെന്നുള്ളത്. ഇപ്പം എല്ലാവരും അറിയുന്ന രീതി ഫെയിം വേണമെന്ന് പറയുന്ന രീതിയിൽ പോണെങ്കിലും അവർക്ക് തിയേറ്ററിൽ വർക്ക് ചെയ്തതിന് ശേഷവും അവർക്ക് പോവാം. ബട്ട് അല്ല, എനിക്ക് ഇവിടെയും അവിടെയും വർക്ക് ചെയ്യണം, അത് ഈക്വലായിട്ട് ബാലൻസ് ചെയ്ത് പോകണം എന്ന് വിചാരിക്കുന്നവരുണ്ട്. അത് മാത്രം മതി എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണേ, ഇപ്പോൾ ധന്യ തന്നെ ആണെങ്കിലും അങ്ങനെ കണ്ടമാന സിനിമകളിലൊന്നും അഭിനയിക്കുന്നില്ല. അഭിനയിച്ച സിനിമകളിലെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പക്ക ക്യാരക്ടറാണ്. അത്രയും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു സിനിമയിൽ നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒന്ന് ചുമ്മാ ഇറങ്ങി പോവുക എന്നുള്ള പരിപാടിക്കില്ല. അത് അതിനെന്തെങ്കിലും ഒരു ഇപ്പൊ ചെറിയൊരു റോളാണെങ്കിലും അതിനെന്തെങ്കിലും വേണം എന്ന് തീരുമാനിച്ച് അഭിനയിച്ച നമുക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള സിനിമകളിലാണ് ധന്യ അഭിനയിച്ചത് മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചത്, എന്താണ് ഇത്രയും ഗ്യാപ്പ് വരാനുള്ള ഇത്? നല്ല ക്യാരക്ടർ വരാൻ വേണ്ടി നിൽക്കുന്നതാണോ അല്ല? എനിക്ക് ഇപ്പം വർക്ക് വരുന്നുണ്ടെങ്കിലും അത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഒരു വർക്ക് വരുന്നത് ശരിക്കും ഒരു ഗ്യാപ്പ് ഉണ്ട് അവിടെ. അതിലൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് ഞാൻ ഗോ ത്രൂ ചെയ്യുന്നുണ്ട് ആ പീരീഡ്. അപ്പം ഭയങ്കര പേഷ്യൻസ് വേണ്ടി വരുന്നുണ്ട് എനിക്കതിൽ വെയിറ്റ് ചെയ്യാൻ.
ആൻഡ് ഒത്തിരി വർക്ക്സ് വന്നുകൊണ്ടിരിക്കുന്നു, അതിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുന്നു, അങ്ങനെയല്ല. കുറച്ച് വർക്ക്സാണ് വരുന്നെങ്കിലും അതിൽ നിന്നും ഞാൻ ഫിൽട്ടർ ചെയ്താണ് എടുക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും സെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ എന്നെ കാണുന്നവരും മടുക്കും. ഞാൻ ഇനി അത് എങ്ങനെയൊക്കെ ചെയ്താലും ഞാൻ ചെയ്തത് തന്നെ ഞാൻ ചെയ്യില്ല എന്നല്ല, അതിനത്രയും വീണ്ടും എന്തേലും ഡെപ്ത് വേണം, എന്നെയും കൂടെ ക്യാച്ച് ചെയ്യാനും എനിക്കത് പറയണം എന്നുള്ളൊരു ഫീലിംഗ് വേണം. അപ്പോൾ എനിക്ക് ചെയ്യാം, അത് ഓക്കെ. ബട്ട് വീണ്ടും ഭയങ്കര റെപ്പിറ്റീഷൻ ആയാൽ നാളെ ചിലപ്പോൾ എന്നോട് ഇന്റർവ്യൂവിൽ ചോദിക്കും, എന്താ ഇങ്ങനെ റെപ്പിറ്റീഷനായിട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യണം ഞാൻ എങ്ങനെയും, ഇന്റൻഷനലി തന്നെ അത് ഞാൻ ബ്രേക്ക് ചെയ്യണം. അപ്പം ആ ഒരു വെയിറ്റിംഗ് പീരീഡ് എനിക്ക് ഗോ ത്രൂ ചെയ്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ചൂസ് ചെയ്ത് കുറച്ച് വർക്കാ വരുന്നെങ്കിലും ചൂസ് ചെയ്ത് എടുത്താലേ എനിക്ക് പറ്റത്തുള്ളൂ. ആൻഡ് അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നേരത്തെ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ കാരണവും ഇതാണ്. കാരണം നമ്മളിപ്പം അഭിനയിക്കാൻ അങ്ങനെ പെട്ടെന്നൊരു വലിയ മുഖം കൊണ്ട് വന്ന ഒരാളല്ല. യാദൃശികമായിട്ട് ഇങ്ങനെ അഭിനയിച്ചു, പിന്നെ തിയേറ്റർ പഠിക്കുന്നു. അപ്പൊ അവിടുന്ന് നമ്മൾ ആർജിക്കുന്ന സാധനമാണല്ലോ ഇത്. നമ്മൾ നല്ല ക്യാരക്ടർ ചെയ്യണം, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവണം ഓഡിയൻസിനോട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ആ ഒരു പ്രൊഫഷൻ ഇത് തന്നെയാണ്, സിനിമ തന്നെയാണ്. മറ്റ് പ്രൊഫഷൻ ആക്ടിങ്. നായികയാവുക എന്നുള്ളതാണോ, ഒരു നടിയാവുക എന്നുള്ളതാണോ? ഒരു ആക്ടർ ആവുക എന്നുള്ളതാണ്. ഒരു ആക്ടർ പല ക്യാരക്ടേഴ്സും പ്ലേ ചെയ്ത് ഒരു ആക്ടർ, ആസ് എൻ ആക്ടർ അറിയപ്പെടുക. ഇനി ആക്ടർ അല്ലാതെ ഞാൻ റൈറ്റിംഗ് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അറിയില്ല, അത് ഞാൻ കുറച്ച് സ്ലോ ആണ്. അപ്പോൾ അല്ലാതെ എനിക്ക് ആക്ടർ അതിൽ രസമുള്ള ക്യാരക്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ ചോദിച്ചറിയാം, നമുക്കൊരു ഇത് വന്നാൽ ഞാൻ നായികയാവുന്നു, ഇനിയിപ്പോ അങ്ങനെ നോക്കാം. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ. എനിക്ക് രസമുള്ള ക്യാരക്ടേഴ്സ് വരിക, അത് ചെയ്യുക, അത് പ്ലേ ചെയ്യുക, ഡിഫറെന്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ കിട്ടുക. സിനിമ മേഖലയിൽ ഗുരുതുല്യനായ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോൾ അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് അതെല്ലാം പ്രഗത്ഭര കൂടിയാണ്. അല്ല, ഓരോ വർക്കിൽ നിന്നും ഞാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടാണ് അടുത്ത വർക്കിലോട്ട് വരുന്നത്. ഇപ്പം അവിടുന്ന് പല എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടായിരിക്കും ഞാൻ അവിടുന്ന് വരുന്നത്. അവിടുന്ന് പുതിയത് കിട്ടും, അതിൽ നിന്ന് നെക്സ്റ്റിലോട്ട് പോകും. അങ്ങനെ ഡിഫറെൻറ്റ് ലേണിങ് എല്ലാം എടുത്തും നടന്നുകൊണ്ടിരിക്കുക. ഒരു പേര് എനിക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല. ഈ അയ്യപ്പനും കോശിയിലും നല്ലൊരു ക്യാരക്ടറാണ്. അപ്പം അതിൽ ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ പറയുവാണെങ്കിൽ വലിയൊരു സംഭവം, ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു വനിത പോലീസ് ഓഫീസർ. പക്ഷെ അതിൽ ചെയ്യാൻ വേണ്ടി കുറെ സാധനങ്ങളുണ്ട്, നല്ലൊരു ക്യാരക്ടറുമാണ്. ഡയറക്ടർ സച്ചു ആയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ നേരത്തെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേ സച്ചു ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഫസ്റ്റ് കണ്ടത്. സച്ചേട്ടൻ ആണ് ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന, എല്ലാവരും ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ജെസ്സി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്നെ ഏൽപ്പിച്ചത്. വർപ്പിച്ച ആളാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത് ആ മൂവിയുടെ. ആൻഡ് ആ ക്യാരക്ടറിന്റെ സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്ന, ആ ക്യാരക്ടർ എല്ലാ ഇമോഷൻസും ചെയ്തു ആ മൂവിയിൽ. ചിരിപ്പിച്ചു, കരയിപ്പിച്ചു, ദേഷ്യം കാണിച്ചു, എല്ലാ ഇമോഷൻസിലൂടെ ഞാനത് നമ്പർ നോക്കണ്ടെന്ന് പറയട്ടെ സാറേ. അങ്ങനെ ഫണ്ണും എല്ലാ ഇമോഷൻസും ആ ക്യാരക്ടറിന് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ആസ് എൻ ആക്ടർ എനിക്ക് അത് പ്ലേ ചെയ്യാൻ കിട്ടിയത് ഭയങ്കര, എൻ്റെ ക്യാരക്ടർ ഞാൻ വർക്ക് ചെയ്ത ഗ്രാഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആ ക്യാരക്ടറിനുണ്ട്. കാരണം അത് അത്രയും ഇമോഷൻസ് അത്രയും ടൈമിൽ ചെയ്തു. ആൻഡ് അത് ഇപ്പോഴും ആൾക്കാർ അത്രയും ക്ലോസ് ടു ഹാർട്ട് വെക്കുന്നു ആ ക്യാരക്ടറിന്. അപ്പം സച്ചേട്ടൻ ബിലീവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്തു, ആൻഡ് നമ്മൾക്കത് രസമായിട്ട് ചെയ്യാൻ പറ്റി വിത്ത് ഹിസ് ഗൈഡൻസ്. ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇനി ചെയ്യണം, അല്ല ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതുവരെ മലയാള സിനിമയിൽ ഇതുവരെ ഉണ്ടായ ഏതെങ്കിലും ക്യാരക്ടർ നമുക്ക് ഇനിയും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ? ഇതുപോലത്തെ ക്യാരക്ടർ എന്നൊന്നുമില്ല. ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരട്ടെ, ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനെ ഇന്ന ക്യാരക്ടർ എന്നൊന്നും എനിക്ക് എടുത്ത് പറയാനില്ല.
രസമായിട്ടുള്ള സ്റ്റോറീസും സ്റ്റോറീസിന്റെ പാർട്ടാവാൻ പറ്റട്ടെ, ഡിഫറെൻ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹം എനിക്ക്. ബിനാലിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ എക്സ്പീരിയൻസ്? എങ്ങനെയാണ് ബിനാലിൽ വർക്ക് ചെയ്യുമ്പോൾ? ബിനാലിൽ വർക്ക് ചെയ്തത് ഇത് പറഞ്ഞ പോലെ തിയേറ്റർ കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ കഴിയുന്ന ടൈമിൽ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജ് പെർഫോമൻസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആ ടൈമിലാണ് ഞാൻ ബിനാലെ ജോയിൻ ചെയ്യുന്നത്. കാരണം എനിക്ക് വേറൊരു ഓപ്ഷൻസ് പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് എൻ്റെ ഒരു ബ്രീത്തിങ് സ്പേസ് ആയിരുന്നു ബിനാലെ. ബട്ട് എന്നെ അതിൽ അട്രാക്ട് ചെയ്ത പോയിന്റ് എന്ന് വെച്ചാൽ ABC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു, ആർട്ട് ബൈ ചിൽഡ്രൻ. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്, പിള്ളേരുമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് അതിൽ ഞാൻ അങ്ങനെ ടീച്ചറൊന്നും അല്ല, ബട്ട് മനുചേട്ടനില്ലേ, മനു ജോസ്, മനുചേട്ടൻ്റെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ആൻഡ് ഓൾമോസ്റ്റ് 6 months നമ്മൾ വർക്ക് ചെയ്തു. പല സ്കൂളിലും ABCയുടെ പ്രോഗ്രാംസ് റൺ ചെയ്തു. ബിനാലയുടെ വെന്യൂസിലൊക്കെ ചില ടൈമിൽ പോകാൻ പറ്റി, പിള്ളേരെ കാണാൻ പറ്റി, കുറെ പിള്ളേരുടെ രസമായിട്ടുള്ള വർക്ക്സ് കാണാൻ പറ്റി. അവര് എന്ത് ഫ്രീ ആയിട്ടാ, ഒരു ബാരിയറും ഇല്ലാതെ അവർ കളർ ചെയ്യുന്നതും ഡ്രോ ചെയ്യുന്നതും ഒക്കെ ഡയറക്റ്റ് കാണാൻ പറ്റി. അതൊരു വേറൊരു എക്സ്പീരിയൻസ്. കുട്ടികളെ നാടകം ഇപ്പം തിയേറ്ററിലായിരുന്നല്ലോ പഠിച്ചത്, കുട്ടികളെ നാടകം പഠിപ്പിക്കുക അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? പഠിപ്പിക്കുന്ന പരിപാടി ഇല്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയത്തില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലോ, അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ടെക്നിക്കൊന്നും ഇല്ല എനിക്ക്. ബട്ട് ഞാൻ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയി ജോയിൻ ചെയ്തിട്ടുണ്ട് വർക്ക്ഷോപ്സ്. എന്നിട്ട് അവർ പെർഫോം ചെയ്യുന്ന ഓരോ കാര്യത്തിൽ ഞാനും അവരുടെ കൂടെ ജോയിൻ ചെയ്യും. അല്ലാതെ അങ്ങനെ ടീച്ചിങ് ആയിട്ടൊന്നും ഇല്ല എനിക്ക്. ഈ ഡ്രാമ എഴുതിയിട്ടുണ്ടല്ലോ, ഡ്രാമ എഴുത്തൊക്കെ ഉണ്ടല്ലോ, നാടകം രചന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. എപ്പോഴാണ് ഇനി സിനിമയിലൊരു സ്ക്രിപ്റ്റ് വരിക, അല്ലെങ്കിൽ ഒരു സംവിധായികയാവുക? നമുക്ക് കാലടി പഠിക്കുമ്പോൾ നമ്മുടെ സിലബസ് വൈസ് നമുക്കൊരു പ്ലേ ഡയറക്റ്റ് ചെയ്യണം. ലാസ്റ്റ് ഇയറിൽ ഞാനൊരു പ്ലേ ഡയറക്റ്റ് ചെയ്തായിരുന്നു. അത് അവിടെ തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എഴുതിയ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റായിരുന്നു. ആൻഡ് അതിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ ഒരു എഴുത്തിലാണ്, എനിക്കറിയത്തില്ല അതൊക്കെ എപ്പോൾ ഫിനിഷ് ആവുന്നൊന്നും എനിക്ക്. ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ ഞാൻ റീഡിങ്, റൈറ്റിംഗ് അങ്ങനെ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് ഫിനിഷ് ആവട്ടെ. ഇതിനൊക്കെ സമയമുണ്ടല്ലോ അല്ലേ, നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതും കുറേ ഗ്യാപ്പ് കിട്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു സമയം കൂടെ അതിൻ്റെ കണ്ടെത്തുന്നില്ല. ആ ടൈമിലിപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നമ്മളെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് പെട്ടെന്ന് ഇപ്പോൾ ഒരു 3-4 days കഴിഞ്ഞിട്ട് അവർ വർക്ക് ചെയ്യുന്നെങ്കിൽ അയ്യോ എന്ന് പറഞ്ഞ് വെപ്രാളം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ രസമുള്ള വർക്ക് കണ്ടുകൊണ്ടിരിക്കുക. ഈ പറയുന്ന പോലെ പല ആക്ടേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും രസമുള്ള വർക്ക്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ലേൺ ചെയ്യുന്നു. അത് പാരലി ഹാപ്പൻ ആയിക്കൊണ്ടിരിക്കണം. അതിൻ്റെ കൂടെ റൈറ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, തെറ്റാണെങ്കിൽ അത് വിടാം. നമുക്ക് ഇപ്പോൾ ഡ്രാമ ആർട്ടിസ്റ്റിനെ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട്, എടുക്കാൻ വേണ്ടിയിട്ട് വിമുഖത കാണിക്കുന്ന ഒരു സംഭവമുണ്ടോ? അത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നാടകം എന്ന് പറയുന്നത് ഭയങ്കര എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് അങ്ങ് ദൂരെയുള്ള പ്രേക്ഷകനെ പോലും നമ്മൾ ആംഗ്യത്തിലായാലും എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം. പക്ഷെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുമ്പോൾ മൈന്യൂട്ട് സാധനങ്ങൾ മതി, ഇപ്പോൾ കണ്ണിലെ എക്സ്പ്രഷൻ മതി, അങ്ങനെയൊക്കെ മതി. അപ്പോൾ ഈ നാടകത്തിലുള്ള ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഓവർ ആക്ടിങ് ആവുന്നു എന്നുള്ളൊരു സംഭവം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നു അതൊക്കെ നേരത്തെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അതിലൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പറയുന്ന ടെക്നിക്കൽ ഡിഫറൻസസ് ആയിരിക്കും. അത് ആസ് ആൻ ആക്ടർ നമുക്ക് ബാലൻസ് ചെയ്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇത്രയും നമ്മൾ അടുത്തിരുന്ന് സംസാരിക്കുന്നു, കുറച്ചുകൂടി ദൂരെയായ കുറച്ചുകൂടി ഉറക്കി സംസാരിക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ടെക്നിക്കൽ ഡിഫറൻസസ് ഉണ്ടെന്നേ ഉള്ളൂ. എല്ലാം നാടകത്തിലാകുമ്പോൾ ഒരു ഫ്ലോയിൽ ലേൺ ചെയ്ത് അപ്പം തന്നെ ഒരു കട്ടും ഇല്ലാതെ പെർഫോം ചെയ്യുന്നു. അവിടെ ആകുമ്പോഴത്തേക്കിനും ഓക്കെ തെറ്റിപ്പോയി വീണ്ടും കട്ട് ചെയ്യാം എന്നുള്ളൊരു സ്പേസ് ഉണ്ട്. അങ്ങനത്തെ ടെക്നിക്കൽ ഡിഫറൻസസ് എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അത് നമ്മൾ ചിലപ്പം ഓക്കെ എന്തെങ്കിലും കൂടിപ്പോയാൽ അത് നമ്മളെ തിരുത്താൻ അവിടെ ഡയറക്ടറുണ്ട്, ക്യാമറ പേഴ്സൺ ഉണ്ട്. അവർ പറയും ഓക്കെ അത്രയും വേണ്ട,
മീറ്റർ ഒന്ന് കുറച്ച് കുറച്ചാൽ മതി. അപ്പൊ അതെല്ലാം നമ്മുടെ ലേണിംഗ് വൈസ് അത് ഇമ്പ്രൂവ് ആവും. അല്ലാതെ നാടകം സിനിമ അങ്ങനെ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾക്കിപ്പോ മലയാള സിനിമയില് തിലകൻ, അതുപോലെ സായ് കുമാർ, ഇവരൊക്കെ നടന്നതാണ്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, പലരും ചിലപ്പോഴൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രാമയിൽ അഭിനയിക്കുന്ന മീൻസ് ഇപ്പോഴത്തെ തിയേറ്ററും അല്ല കേട്ടോ, അത് പഴയ പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ഭയങ്കര ഓവർ ആക്ടിങ് ആയിരിക്കും, എന്ത് പറയുന്നതിനും കുറച്ചും കൂടെ ഓവർ ആയിരിക്കും. അപ്പൊ ഇപ്പം സത്യത്തിൽ ഈ മലയാള സിനിമയിൽ ബിഹേവ് ചെയ്യുക, ആക്ട് ചെയ്യുക, അതിൽ വ്യത്യാസമുണ്ടോ? ചിലർ പറയുന്നൊക്കെ നിങ്ങൾ ബിഹേവ് ചെയ്താൽ അഭിനയിക്കണ്ട, അത് അവർക്ക് വേണ്ട ഔട്ട്പുട്ട് അനുസരിച്ചിരിക്കും. ചില ഇതിൽ ഒരുപാട് ആക്ടിങ് വേണ്ടി വരില്ല, ഒന്ന് നോർമലായിട്ടൊരു ബിഹേവിങ് മതിയായിരിക്കും, അപ്പൊ അവര് നമ്മളെ കട്ട് ചെയ്യുമായിരിക്കും. ചിലതിൽ ആക്ടിങ് വേണ്ടി വരും. ഇതെന്റെ ജീവിതമാണ്, ഞാൻ ജീവിച്ചോളാം കേട്ടോ എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇല്ലേ? ഏതാ സിനിമ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്, സൗദി വെള്ളക്കയിൽ. ശരിക്കും ധന്യ അങ്ങനെയാണോ? ഇതെന്റെ ജീവിതമാണ്, ഞാൻ ജീവിക്കുന്നു, ഇതിന്റെ ജീവിതമാണ്, ഞാൻ ജീവിച്ചോളാം, ആരും എന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല, ആരും എന്റെ കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യണ്ട എന്ന് പറയുന്നതിലും ഇപ്പം ഒരു ഫാമിലി എന്ന് വരുമ്പം പേരൻസ് ഉണ്ട്. ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്കിന് ഞാൻ ആദ്യമേ ആലോചിക്കുന്നത് അമ്മേനെ പറ്റിയാണ്. അപ്പോ അങ്ങനെ എടുത്തടിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ കാര്യമല്ല, മാസ് കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ തിയേറ്റർ ചൂസ് ചെയ്യുന്നു. അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. അത് ഇൻ എ വേ അവരുടെ സ്നേഹമാണ് എന്നോട്. അയ്യോ ഇത് ഭയങ്കര അൺസ്റ്റേബിൾ ആയിരിക്കും നീ ചൂസ് ചെയ്യുന്ന പാത്ത്, ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ, അത് കഴിഞ്ഞ ഇപ്പോഴും ഒരു കൺസേൺ ആസ് എ പേരന്റ് അവിടെ അഭിനയിക്കുന്ന സമയത്തൊക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നോ? ഉറപ്പായിട്ടും. ലൈക്ക് ഇപ്പം നമ്മള് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു മന്ത്ലി ജോബ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ലല്ലോ നമുക്ക്. അപ്പൊ അത് അവരുടെ കൺസേൺ ആണ് എപ്പോഴും. അപ്പം എനിക്ക് പറയാൻ പറ്റില്ല അമ്മ ഇടപെടണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് എനിക്ക് ജസ്റ്റ് എനിക്കിത് ഇഷ്ടമാണ്, ഞാൻ അതിൽ ട്രൈ ചെയ്യുവാണ്, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യ്, എന്നെ സപ്പോർട്ട് ചെയ്യ് എന്ന് കുറച്ച് കൈൻഡായിട്ട് പറയാനേ പറ്റത്തുള്ളൂ. ആൻഡ് അൺനെസസറി ആയിട്ട് ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യങ്ങളും ഇല്ല. ബട്ട് ചില ആൾക്കാർ ഉണ്ട്, ലൈക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സപ്പോർട്ട് നമ്മൾ അറിയാതെയും നമ്മളോട് പറയാതെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരോടുള്ള കൺസേൺ തന്നെയാണ്. അങ്ങനെ നമുക്ക് വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇന്ന് രാവിലെ ഞാനൊരു യൂട്യൂബിലൊരു ഇന്റർവ്യൂ കണ്ട പൈതലാട്ടം സിനിമ, ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. ഓക്കെ, ഞാൻ സെർച്ച് ചെയ്തു നോക്കി, OTT എവിടെയും കാണുന്നില്ല. ഏപ്രിൽ 25 ഏപ്രിലാണ് ഡേറ്റ് വന്നായിരുന്നു, പക്ഷെ അത് മാറ്റി. അത് എന്ത് ബേസ് ചെയ്തായിരുന്നു? അത് തെയ്യം ബേസ് ചെയ്തായിരുന്നു. കുട്ടികളെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന തെയ്യം ബേസ് ചെയ്തുള്ള ഒരു സ്റ്റോറിയാണ്. ഞാൻ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടു, കുട്ടികളെ തീയിലേക്ക് ചാടുന്നതും ഇതൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു ആചാരമല്ലേ, അങ്ങനെ നമുക്ക് നിർത്തണം എന്നൊക്കെ പറയാൻ പറ്റും? ആചാരം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്ന ആചാരമൊക്കെ എങ്ങനെയാ അക്സെപ്റ്റ് ചെയ്യുന്നത്? എനിക്ക് പറ്റില്ല അത്. അല്ല, എനിക്ക് ആചാരം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തും അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് അത് എനിക്ക് അത്രയും ലോജിക്കലായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പിള്ളേരെന്ന് മാത്രമല്ല, ഞാൻ ഇപ്പോൾ ടോട്ടലൊരു മനുഷ്യന്മാരെയും കൂടെ ഉൾപ്പെടുത്തിക്കും അതിൽ. അപ്പോൾ ആരെയും ഉപദ്രവിച്ചുകൊണ്ടുള്ള ആചാരം, ലൈക്ക് അവരെ ഹേർട്ട് ചെയ്തുകൊണ്ടുള്ള ആചാരം പ്രൊമോട്ട് ചെയ്യുക എന്നെക്കൊണ്ട് ഓക്കെ അല്ല. ആൻഡ് പിള്ളേർ ഭയങ്കര ക്ലോസാണ് എനിക്ക്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം ഞാൻ ജസ്റ്റ് ആ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും നോർമലി നമുക്കുണ്ടാവുന്നത് ഞാൻ അവരെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കും. അപ്പം അതെനിക്ക് പറ്റത്തില്ല. അതിലെ മെയിൻ ക്യാരക്ടറാണ് അല്ലേ? തെയ്യം കണ്ടിട്ടുണ്ടോ കണ്ണൂര്? തെയ്യം ഞാൻ അങ്ങനെ എക്സാക്റ്റ് ആയിട്ട് കണ്ണൂരിൽ പോയി കണ്ടിട്ടില്ല ഞാൻ. അന്ന് അത് ഡയറക്റ്റ് ചെയ്യുന്ന എൻ്റെ ഒരു സീനിയറാണ്. അവര് പോയി അത് ഒരു യഥാർത്ഥ സംഭവമാണെന്നും കൂടെ അതിൽ എന്തോ അത് കുറച്ച് റിലേറ്റഡ് ആണത്. അത് നീട്ടി വെച്ചാണോ സിനിമ ഇറങ്ങാൻ വേണ്ടിയിട്ട്? അതെ, ഡേറ്റ്സ് മാറ്റി വെച്ചു. ഇനി എന്തൊക്കെയുണ്ട് അടുത്ത പ്രോജക്റ്റ്, പുതിയ പ്രോജക്റ്റ് എങ്ങനെയൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഒരു തമിഴ് വർക്ക് കഴിഞ്ഞു.
അതൊരു മുത്തു എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ്, ഡെബ്യൂ ഡയറക്ഷനാണ് ആളുടെ. പോർ പാർവൈ എന്നാണ് പേര്. അതും ഇതുപോലെ ഭയങ്കര ഫസ്റ്റ് തമിഴ് ഫിലിമാണോ? ഇല്ല, ലൈസൻസ് എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. അത് അതിലും ഈ പറയുന്ന പോലൊരു ചെറിയൊരു സ്പേസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. അത് റിലീസായി. ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് വർക്കാണ്. അത് ഭയങ്കര രസമുള്ള വർക്കാണ്. അതിലെനിക്ക് കുറേയും കൂടെ ടൈമുണ്ട് ആ ക്യാരക്ടറിനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും. അത് നല്ല രസമുള്ളൊരു വർക്കാണ്. പ്രതീക്ഷയുള്ള വർക്കാണ്. മലയാളത്തില് ഇപ്പൊ ഈ പൈതലാട്ടം, പിന്നെ ഞാൻ പുതിയ വർക്കൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. നോക്കി കണ്ടിട്ടൊക്കെ നമ്മൾ അപ്പൊ ഇനിയും മലയാളത്തിൽ നല്ല വർക്കുകൾ ഉണ്ടാവട്ടെ. എല്ലാവരുടെയും കൺമണിയായി നിറഞ്ഞു നിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.